ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദർശൻ വക്കീൽ വേദനയോട് പറയുന്നുണ്ട്, ആ തട്ടിച്ചു പോയ കുറുക്കമ്പനിയിലെ KP കുറുക്കമ്പനി അയാൾ സറണ്ടർ ആയിട്ടുണ്ട്. അയാൾ സെറ്റിൽമെൻറ്റ് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതിക്ക് പുറത്ത് തന്നെ സെറ്റിൽമെൻറ്റ് നടത്താമെന്നാണ് അയാൾ വാക്ക് പറഞ്ഞിട്ടുള്ളത്. ആണോ? അപ്പോൾ പിന്നെ വിനയേട്ടൻ എന്ത് ചെയ്യണം? നാളെ രാവിലെ 11 മണിയാകുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയും. ഞാൻ അവിടെ ഉണ്ടാവും. ആണോ? താങ്ക് യു ദർശൻ എന്ന് പറയാൻ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ വിനായകൻ്റെ അടുത്ത് ചെന്നിട്ട് വേദ ഇക്കാര്യം പറയുമ്പോൾ വിനായകൻ സന്തോഷമാവാണേ. സത്യമാണോ വേദ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് വിനയേട്ട, ഞാൻ വിനായകനോട് ഇത്രയും ഇങ്ങനത്തെ ഒരു കാര്യം വന്നിട്ട് പറയുമോ തമാശയായിട്ട്? എന്തെങ്കിലും ആവട്ടെ, എന്തായാലും കോടതിക്ക് പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദർശൻ വക്കീൽ പോലീസ് സ്റ്റേഷനിലുണ്ടാവും. വേദ പോരുന്നില്ലേന്ന് ചോദിക്കും. ഇല്ല, ഞാൻ എന്തിനാണ് വിനായകേട്ട പോരുന്നത്? ദർശൻ ഉണ്ടാവും, അത് മതി എന്ന് പറയാനേ. എന്തെങ്കിലും ഇത്തിരി നഷ്ടമായാലും കുഴപ്പമില്ല, പൈസ ഒന്ന് കിട്ടിയാൽ മതി എന്ന് പറയട്ടോ. അതിനുശേഷം വേദന ഇങ്ങനെ പോകുമ്പോൾ വിനായകൻ പറയാണ്, അതെ ദർശൻ വക്കീലിന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിക്കും. എന്തെങ്കിലും അല്ല, ഫീസ് തന്നെ കൊടുക്കണം. അത് എത്ര ഫീസാണെന്ന് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് പൈസ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേദ പോകുമ്പോൾ നന്ദിനി അത് കേട്ട് വരാണ്. ആർക്കാണ് പൈസ കൊടുക്കേണ്ട കാര്യം പറഞ്ഞത്? അത് ദർശൻ വക്കീലിന്. ആഹാ, കയ്യിലിരിക്കുന്ന പൈസ പോവുകയും ചെയ്ത് ഇനി വക്കീലിന് പൈസ വേണമെന്നോ? ആ പൈസ കിട്ടണമെന്ന് വെറുതെ ഒന്ന് പറഞ്ഞല്ലോ ഇയാൾ ഉള്ളൂ, അല്ലാണ്ട് പൈസ കിട്ടിയിട്ടൊന്നുമില്ലല്ലോ തിരിച്ച്. എന്നിട്ടിപ്പോൾ അവൾ പറഞ്ഞിരിക്കുന്നത് വക്കീൽ കാശ് കൊടുക്കണം എന്നല്ലേ എന്ന്. അവൾ കൊള്ളാലോ ആള് എന്നൊക്കെ പറയുകയാണെ. അന്നേരം നന്ദിനിയോട് വിനായകയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നാൽ ഞാൻ പറയട്ടെ ഒരു കാര്യം. അതെ, പൈസ സെറ്റിൽമെൻറ്റ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ദർശൻ വക്കീൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കോടതിക്ക് പുറത്ത് വെച്ച് തന്നെ ഇയാൾ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അതെ. എന്തെങ്കിലും ഇത്തിരി നഷ്ടപ്പെട്ടാലും കിട്ടുമല്ലോ. നഷ്ടമോ? അപ്പോൾ നമുക്ക് മുഴുവൻ കിട്ടൂലേ? എടി ആക്രാന്തേ, എന്തായാലും കിട്ടണത് കിട്ടട്ടെ, വാ നമുക്ക്. ഞാൻ പോയിട്ട് വരാമെന്ന് പറയട്ടോ. അങ്ങനെ ഇപ്പം നിങ്ങൾ തനിച്ച് പോകണ്ട, ഞാനും കൂടെ വരാം. എന്തിനാണ് നീ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വർത്തമാനം പറയാൻ അറിഞ്ഞൂടാ. ഇപ്പോൾ തൽക്കാലം എന്തായാലും ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പേശണമെങ്കിൽ ഞാനും കൂടെ വരണം. ഈ വലിയ വലിയ വക്കീലന്മാർക്ക് ലക്ഷങ്ങളാണ് പൈസ വേണ്ടി വരിക. അപ്പോൾ അതൊന്നും കൊടുക്കാൻ പറ്റില്ല, പേശി വേണം കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നന്ദിനി പോകും. ശരിയാണ്, ഇവളെയും കൊണ്ടുപോകാം എന്ന് വിനായകൻ വിചാരിക്കുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാണ് വിനായകനും നന്ദിനി. അങ്ങനെ ഒരു ദർശനമുണ്ട്. അപ്പോൾ ദർശൻ വേഗം തന്നെ SIയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഒരു 3 പേര് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായി കാര്യങ്ങളെന്ന് ദർശൻ വക്കീൽ SIയോട് ചോദിക്കുന്ന സമയത്ത് സാബു പറയുകയാണ്, അതെ SP ഓഫീസിലാണ് ഇപ്പോൾ KP കുറുക്കമ്പനീസിൻ്റെ ഓണർ ഉള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്നത് കോടതിക്ക് പുറത്ത് വെച്ച് തന്നെ SP ഓഫീസിൽ വെച്ചിട്ട് തന്നെ അയാൾ സെറ്റിൽമെൻറ്റ് ചെയ്യാം. അപ്പോൾ ദർശൻ ചോദിക്കുന്ന സ്വർണ്ണവും പണമൊക്കെ കണ്ടെടുത്തോ? സ്വർണ്ണമൊക്കെ മുഴുവനും ലോക്കറിൽ തന്നെ ഉണ്ട്. പക്ഷേ പണത്തിൻ്റെ കാര്യത്തിലാണ് ഇത്തിരി പ്രശ്നമുള്ളത്. കുറി വിളിച്ചെടുത്ത ആൾക്കാരൊക്കെ ഇനിയും കുറി വെക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കുറി വെച്ചവർക്ക്. എന്തായാലും വക്കീൽ ഇതിൽ ഒന്ന് ഒപ്പിട്ടേക്ക്. ഇവർ കുറച്ച് പേപ്പറൊക്കെ അവിടെ ചെന്നിട്ട് ഒപ്പിട്ടാൽ മതി. നിങ്ങൾക്ക് എന്തായാലും മുഴുവൻ പൈസ കിട്ടൂല. മുഴുവൻ പൈസ കിട്ടില്ല എന്ന് ചോദിച്ചാൽ നന്ദിനി ഇങ്ങനെ ഇട്ടാണ്. അതെ, 5,70,75,000 രൂപ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 1.25 ലക്ഷം ലാഭമല്ലേ, അത് നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം വക്കീൽ പോകാൻ നേരത്ത് വിനായകൻ വിളിച്ചിട്ട് ചോദിക്കണം, സാറിൻ്റെ ഫീസ് അതൊന്നും സാറില്ല. അല്ല, വേദ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് കൊടുക്കാൻ. ആണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഔപചാരികത ഒന്നും എന്നോട് വേണ്ടാന്ന് വേദനയോട് പറഞ്ഞിരിക്കും. ഇനി അങ്ങനെ ഫീസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി മേലിൽ ഇത്തരം കേസുകൾ എന്നെ വിളിച്ച് ഏൽപ്പിക്കരുതെന്നും കൂടെ വേദനയോട് പറഞ്ഞിരിക്കാൻ പറഞ്ഞിട്ട് ദർശൻ വക്കീൽ പോവുകയും. അന്നേരം നന്ദിനി പറയണം, അതെ ആ വക്കീൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഫീസ് വേണ്ടാന്ന്. അല്ലാതെ എന്താ? അതല്ല, ആ വക്കീലല്ലേ വേദന കല്യാണം കഴിക്കാനിരുന്നിരുന്നത്. അതുകൊണ്ട് അല്ല, അയാൾക്ക് ഇപ്പോഴും വേദനയോട് എന്തോ ഒരു അടുപ്പുണ്ട്, അതുകൊണ്ടല്ലേ ആ പണം വേണ്ടാന്ന് പറഞ്ഞു. അന്നേരം വിനായകൻ ദേഷ്യം വരട്ടെ. വിനായകൻ പറഞ്ഞു, നിൻ്റെ ഒരുമാതിരി തരികിട പരിപാടികൾക്കൊക്കെ ഞാൻ കൂട്ടിക്കും, പക്ഷേ ഈ ചെളിഞ്ഞ അവിഹിത കഥ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടല്ലേ, മാട്ടിച്ച് നിൻ്റെ മോതിനെ തെറിപ്പിക്കും എന്ന് പറയുകയാണേ. നന്ദിനി ആകെ നാണം കെടുകയാണ്. വാ SP ഓഫീസിലേക്ക് നടക്ക് എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ കൂട്ടി പോകും. പിന്നീട് കാണിക്കുന്നത് വിക്രം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇപ്പോൾ വരാം എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് വേദ വരുന്നത്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ നീ അറിയുന്നത്? അല്ല, ഈ പോലീസുകാർ ഇടിച്ചു പിഴിഞ്ഞ ഈ ശരീരം ഒന്ന് നേരെയായിട്ട് പോയാൽ പോരെ? ഇപ്പം തന്നെ ആകെ അവശ നിലയിലാണ്, ഇനിയും കൂടെ പോകണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് നീ എന്തിനാണ് അന്വേഷിക്കുന്നത്? അല്ല, പുറം ചെണ്ട പോലെ ആയിരിക്കുകയാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ പോകണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും, നീ ആ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, ഞാൻ പോകുന്നത് എവിടേക്കെന്ന് നീ അറിയണ്ട എന്ന് പറയാൻ കേട്ടോ. അറിയണ്ടെങ്കിലും പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുകയാണെ. അന്നേരം വിക്രം പറയുന്നുണ്ട്, അതെ നിൻ്റെ അച്ഛനുണ്ടല്ലോ, നിൻ്റെ അച്ഛനെ രണ്ടാമതൊരു കല്യാണം ആലോചിക്കാൻ വേണ്ടി പോകുകയാണെന്ന് പറയട്ടോ. അയ്യോ, അതിനെൻ്റെ അമ്മ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണേ. നിങ്ങളെപ്പോലെ ഒരു ഫ്രോഡോ? ആരടി ഫ്രോഡ്? എന്നെ കണ്ട നിനക്ക് ഫ്രോഡ് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, പിന്നെ സ്വന്തം ഭാര്യയുടെ അച്ഛന് രണ്ടാമത് കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ, അതും അമ്മ ജീവിച്ചിരിക്കുമ്പോൾ കല്യാണം ആലോചിക്കാൻ പോകുന്ന ഒരാളെ എന്തെന്നാണ് വിളിക്കേണ്ടത്? ഫ്രോഡ് എന്നല്ലേ?
അപ്പം നിൻ്റെ അച്ഛന് കല്യാണം ആയി കഴിഞ്ഞാൽ ബ്രോക്കറൊന്നുമല്ല. ആ ബ്രോക്കറാണെന്നുണ്ടെങ്കിലേ ഇങ്ങനെയൊന്നുമല്ല പോകേണ്ടത്, ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം, ഈ ഗുണ്ട എന്നുള്ള പേര് മാറ്റിയിട്ടേ നല്ലൊരു ചന്ദനമൊക്കെ തൊട്ട് ഒരു നല്ല ഡ്രസ്സ് ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് കഷ്ടത്തിലൊരു നല്ല സുന്ദരികളായ പെൺകുട്ടികളുടെ അഡ്രസ്സൊക്കെ വെച്ചിട്ട് വേണം പോകാനായിട്ട് എന്ന് പറയട്ടോ. അതിനുശേഷം പിണങ്ങണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്, നിങ്ങൾ ഗുണ്ടയാണെങ്കിലും കണ്ടാൽ അങ്ങനെയൊന്നും തോന്നൂല, ഒരു ഫ്രോഡാണെന്നൊന്നും തോന്നില്ല, കുറച്ച് ലുക്കൊക്കെ ഉണ്ട് എന്ന് പറയും. അയ്യേ നിന്നോട് ആര് പിണങ്ങാൻ, ചീത്തു നിന്നോട് പിണങ്ങാനാ ഞാനാന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് വിക്രം വേദ പറയാം എന്തായാലും താക്കോൽ ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് വാങ്ങാണ് താക്കോൽ. അപ്പോൾ താക്കോൽ വാങ്ങിയതിന് ശേഷം വിക്രം പറയും താക്കോൽ മര്യാദയ്ക്ക് താടി ഇല്ല തരൂല എന്ന് പറയുകയാണെ. അപ്പോഴേക്കും വേദന പിടിച്ച് വലിച്ച് വിക്രം താക്കോൽ വാങ്ങുകയാണെ. അങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് രണ്ടുപേർക്കിടയിൽ കുറച്ച് റൊമാൻസൊക്കെ വരികയാണെ. പിന്നെ പരസ്പരം കണ്ണിൽ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം നിൽക്കുന്നുണ്ട്. വേദന കൈ പിടിച്ച് വലിച്ച് ആ താക്കോലെടുത്ത് വേദന കണ്ണിലേക്ക് തന്നെ കുറച്ച് സമയം നോക്കി നിന്നതിന് ശേഷമാണ് വിക്രം പോകുന്നത്. വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു നാണോ ചിരിയൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് എത്താണ് വിക്രം. അപ്പം എന്താ സാർ വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നോക്കുമ്പോൾ രാജേട്ടൻ ജോസഫൊക്കെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് അതെ അവരോട് ഞാൻ വരാൻ പറഞ്ഞിട്ടാണ്, എന്തായാലും അവരും കൂടി ഇതിന് സാക്ഷ്യം ആവണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത് എന്ന് പറയും കേട്ടോ. എന്നിട്ട് ശ്രീനിവാസ സാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണേ. അതെ ഞാൻ എൻ്റെ അച്ഛൻ ഞാൻ നന്നായി പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് ജീവിച്ച ആളാണ്. പക്ഷേ മാത്രമല്ല അച്ഛനൊരു ലൈബ്രറിയൻ കൂടിയാണ്. അപ്പം ഞാൻ നന്നായി പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ ഒരുപാട് ബുക്കുകളൊക്കെ വിറ്റ് കൊണ്ടു തരുമായിരുന്നു. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്ത ബുക്കുകൾ വെടിയുണ്ടകളും പീരങ്കികളും ചോര മണക്കുന്ന സംഭവങ്ങളും തോക്കുകളും ഒക്കെ ഉള്ളൊരു ക്രൈം ത്രില്ലറായിട്ടുള്ള നോവലുകൾ മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്ത് വായിച്ചിരുന്നത്. ഒരർത്ഥത്തിൽ അങ്ങനെ ആയിത്തീരണം, ഒരു അധോലോക രീതിയിലേക്ക് എൻ്റെ ജീവിതം മാറണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒരു തരത്തിൽ ഞാനതിൽ വിജയിച്ചു. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ ചെയ്തിരുന്ന കൊള്ളരുതായ്മകൾക്ക് ഒരു മറയാകണം എന്നാണ് വിചാരിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ തന്നെയാണ് ആദ്യം ചെയ്തു പോന്നിരുന്നതും. പക്ഷേ പിന്നീടാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു ഗുണ്ടയായി മാറി അങ്ങനെയുള്ള രീതിയിലൊരു ജീവിതം നയിക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് അച്ഛൻ എന്നെ വിട്ടുപോയി. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ ഇറങ്ങിപ്പോയി. അച്ഛൻ ഒരു സാധനത്തിലാണ് താമസിച്ചിരുന്നത്. ഒറ്റ മുണ്ട് തോർത്തും അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് അച്ഛൻ ആ ജീവിതം മുഴുവൻ ജീവിച്ചു തീർത്തത്. അവനെ കൊണ്ട് കഴിയാവുന്ന ജോലി എടുത്ത് അവിടെ മരിച്ചു. അച്ഛൻ്റെ ആകെ ഉള്ള ഒരാഗ്രഹം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാൻ ചെല്ലരുതെന്നായിരുന്നു. പക്ഷേ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കാത്ത മകൻ മരിച്ചതിന് ശേഷം നടത്തി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ മരിച്ചത് കാണാൻ പോയി, ആ ബോഡി കണ്ടു. പക്ഷേ ചിതയ്ക്ക് തീ വയ്ക്കാൻ സദനത്തിലെ ആൾക്കാർ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ മാറി നിന്നു. അച്ഛനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് കണ്ടിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞത്, അവസാനമായിട്ടും. അതുകൊണ്ട് എൻ്റെ ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാവാൻ പാടില്ല. നിന്നെ ഓർത്ത് നിൻ്റെ അച്ഛൻ വേദനിക്കാൻ പാടില്ല. എൻ്റെ അച്ഛൻ എന്നെ ഓർത്ത് വേദനിച്ച പോലെ അല്ല സാർ, അച്ഛൻ അന്നത്തെ ഒരു വിഷമത്തിൽ അച്ഛൻ്റെ സ്വഭാവം എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ശ്രീനിവാസ സാർ പറയും വേണ്ട, അതിനെക്കുറിച്ചൊന്നും ഇനി പറയണ്ട, എന്തായാലും നിനക്കിനി പോകാം. ശ്രീനിവാസൻ്റെ വലം കൈ എന്നുള്ളൊരു പേരും ഗുണ്ട എന്നുള്ളൊരു പേരും നിനക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസ സാർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിനായകനും നന്ദിനിയും കൂടിയിട്ട് പണമൊക്കെ ആയിട്ട് തിരികെ വരികയാണ്. അപ്പോൾ പണം കൊണ്ട് വിനായകൻ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി പറഞ്ഞേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറയും. ഈ വക കാര്യങ്ങൾക്ക് പിന്നെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കൂലേ, കാരണം കാശിൻ്റെ കാര്യമാണല്ലോ എന്ന് പറയുകയാണേ. അകത്തേക്ക് വരുമ്പോൾ ശ്രീജിയും വേദം കിച്ചണിലുണ്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ അരി പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനയം വന്നിട്ട് അമ്മ എന്താ അരി പറക്കാണോ? ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയിൽ നിറച്ച് കല്ലാണ്. വിശ്വേട്ടൻ എവിടെ? എല്ലാവരോടും കൂടിയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനുണ്ട് ഇവിടെ ഉണ്ടടാ, എന്താ എന്ന് ചോദിക്കുകയാണ്. അല്ല സഹകരണ ബാങ്കിലെ ലോൺ അടച്ച് തീർത്ത് ആധാർ എടുക്കാമെന്ന് വിക്രം വലിയ കാര്യമൊക്കെ ആയിട്ട് പറഞ്ഞെങ്കിലും കൂടിയിട്ട് വിക്രം എന്തായാലും അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ 3 പേരും കൂടെ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ കാശ് എനിക്ക് കിട്ടി. അപ്പോൾ നീയാണോ മുഴുവനായിട്ട് അടച്ചു തീർക്കാൻ പോകുന്നത്? അയ്യടാ, ഞാനായിട്ട് മുഴുവനൊന്നും അടച്ചു തീർക്കില്ല. അങ്ങനെ എൻ്റെ കാശ് കൊണ്ട് മാത്രമായിട്ട് ആധാരം തിരിച്ചെടുക്കേണ്ടതേ. ഞാൻ പറഞ്ഞ 1/3 വിഹിതം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മേശപ്പുറത്ത് കാശ് വെച്ച് കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.